അസ്സലാമലൈക്കും. ഞാൻ തട്ടിക്കൂട്ടിയൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയതാണ്. ഞങ്ങളെ കാണിക്കാൻ എന്തൊക്കെ വെച്ചിട്ടാണെന്നുള്ളത്. പിന്നെ ഉരുളക്കിഴങ്ങ്, 2 സവാള, പിന്നെ കുറച്ച് ചിക്കൻ മസാല പുരട്ടിയത്. അത് ഞാനിതാ ലേശം എണ്ണ ഒഴിച്ചിട്ട് പാനിൽ പൊരിക്കാട്ടിട്ട് അതൊന്ന് പൊരിച്ച് കോരിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് അവിടെ കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചിക്കന് അവിടെ വറുത്ത് കോരി അതിലേക്ക് ഞാൻ ഉള്ളിയും 2 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞതാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഒരു ചെറിയ തക്കാളി ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ തക്കാളിയും കൂടെ ഇത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. എന്നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ ചപ്പ് പൊതിനയും കുറച്ച് കറി മസാല, കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തത് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിരിക്കണം. ഇനി നമുക്ക് പിന്നെ ക്രഷ് ചെയ്ത ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ ഇതായിട്ട് കറക്കിയെടുത്താൽ മതി. നന്നായിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്നുണ്ട് മിക്സാക്കുക. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കി നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ഉരുട്ടിയെടുത്ത്. സമയമില്ലായിരുന്നു, പെട്ടെന്ന് എല്ലാം. അപ്പോൾ കോഴിമുട്ട ഉണ്ട്, പിന്നെ റസ്ക് പൊടി ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലേശം മൈദ കലക്കിയിട്ട് അതിലാണ് ഇപ്പോൾ മുക്കി പൊരിക്കാൻ പോണത്. കുറച്ച് ലൂസിലും മൈദ കലക്കുക, ഒരു നുള്ളുപ്പ് ചേർത്തിട്ട്. അപ്പോൾ റസ്ക് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട. ഇനി അതിലേക്ക് എണ്ണ ചൂടായി അതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും വറുത്ത് പോരും. ഒരു സാധനം ഇല്ല വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളൊന്നും ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ വേണ്ട, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടില്ലേ. കോരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.